നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും മല്ലൂസിൻ്റെ ഫേവറേറ്റായ പഴംപൊരി. വളരെ ഈസി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാൻ ഇപ്പോൾ മാക്സിമം എല്ലാവർക്കും അറിയാം. എന്നാലും കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പഴംപൊരി ഉണ്ടാക്കാനുള്ള ഡോവ് അല്ലെങ്കിൽ അതിൻ്റെ മിക്സ് തയ്യാറാക്കണം. നമുക്ക് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് മൈദ. സാധാരണ എല്ലാവരും എടുക്കുന്നത് 1 കപ്പ് മൈദയാണ്. അതിൻ്റെ അനുസരിച്ചാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുക്കാൻ കാര്യം, ഞാൻ ഒരുപാട് പഴംപൊരി ഉണ്ടാക്കുന്നില്ല. ഒരു പഴമേ യൂസ് ചെയ്യുന്നുള്ളൂ. 2 ഏത്തപ്പഴമോ അല്ലെങ്കിൽ 3 ഏത്തപ്പഴമോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ എടുക്കാൻ മറക്കരുത്. ഇതിപ്പം 1/2 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. നുള്ളു മഞ്ഞൾ, ഒരല്പം കളറിന് ഒരു നുള്ളു മഞ്ഞൾ. ഈ മഞ്ഞൾ ആഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഒരു കളർ കിട്ടണ്ടേ, കടകളിലൊക്കെ കിട്ടുന്നേ, അതിന് വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഏലക്ക ഞാൻ പൊടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അല്പം ഷുഗർ ചേർത്താണ് ഇത് പൊടിച്ചു വെച്ചിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര ചേർക്കുന്നതും ഓപ്ഷണലാണ്. പഴത്തിന് ചെറിയ മധുരമുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് ഓപ്ഷണലാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഒരു നുള്ള് ബേക്കിംഗ് സോഡ പൗഡർ, നമ്മൾ 1 നുള്ള്, കൂടുതൽ ഇടരുത്. ജസ്റ്റ് ഒരു പിഞ്ച് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ബേക്കിംഗ് സോഡ ചേർത്തൊക്കെ തട്ടുകടയിൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. വീടുകളിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡ അങ്ങനെ ചേർക്കാറില്ല. ഈ ബേക്കിംഗ് സോഡ ചേർത്ത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ബാറ്റർ കുഴച്ചിട്ട് കുറേ നേരം വെച്ചേക്കണില്ല. നിങ്ങൾ ഈ ബാറ്റർ കുഴച്ചിട്ട് ഒരു 1 മണിക്കൂർ 2 മണിക്കൂറോ ഒക്കെ വെച്ചേക്കുവാണെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാതെ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു നുള്ള് ഉപ്പ് ഒരുപാട് ആയി പോകരുത്. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപ്പ് നമ്മൾ ചേർത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതിനകത്ത് അരിപ്പൊടി ചേർക്കണം. നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ റവ ചേർത്താലും മതി. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ അടുത്ത് അരിപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ റവ വേണേലും ചേർക്കാം. അത് അല്പം ക്രിസ്പിനെസ് കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം ഒരല്പം ക്രിസ്പി ആയിട്ട് ഇരിക്കും. കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക. വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതങ്ങ് ഒരുപാട് ലൂസാകരുത്, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിക്കും ആകരുത്. ഇത് ലംസ് ഒന്നുമില്ലാതെ നമുക്ക് ഇങ്ങനെ നല്ലപോലെ ബാറ്റർ കുഴച്ചെടുക്കാം. നല്ല ഇച്ചിരി ഫ്ലഫി ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കണം, കട്ടിയില്ലാതെ. അപ്പോൾ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം. ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാടങ്ങ് കട്ടിക്കും ഇരിക്കരുത്. ഇത് നമ്മൾ പഴം മുക്കിയെടുക്കുമ്പോൾ പഴത്തിൽ നല്ലതുപോലെ കോട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാകത്തിലുള്ള ഒരു തിക്നെസ് ഉണ്ടായിരിക്കണം. എന്നാൽ ഒരുപാട് കട്ടിയായി പോയി കഴിഞ്ഞാൽ പഴത്തിൽ അത് ഒരുപാട് ഒട്ടിപ്പിടിക്കുകയും അത് വറുത്തെടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായി പോവുകയും ചെയ്യും. അടച്ചു വെക്കാം ഒരു 20 മിനിറ്റ് വേണമെങ്കിൽ. ഇപ്പം നമ്മളൊരു നുള്ളു സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഒരുവിധം നല്ല വലിയ സൈസിലുള്ളൊരു പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞു, ഞാൻ മൈദയുടെയൊക്കെ അളവ് 3 പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ എടുക്കുക. 2 പഴമോ 3 പഴമൊക്കെ എടുക്കുകയാണെന്നല്ലോ. ഇത് ശരിക്കും നല്ലപോലെ പഴുത്ത പഴമാണ് പഴംപൊരി ഉണ്ടാക്കാൻ. നല്ല അല്പം കറുപ്പൊക്കെ ഇങ്ങനെ കറുത്ത ഇതൊക്കെ വന്ന പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒത്തിരി അങ്ങ് അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. എണ്ണ കുറച്ച് ചിലവാക്കാനും ചെറിയ കടായിലിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളിത് 2 പീസസ് ആയിട്ട് അല്ലെങ്കിൽ 3 പീസസ് ആയിട്ടും നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് കളയുക. പഴം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പൊളിച്ചെടുക്കാം. ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് 3 പീസായിട്ടോ 4 പീസായിട്ടോ ഒക്കെ എടുക്കാം. പഴംപൊരി ഒരുപാട് വലിയ സൈസിൽ ഉണ്ടാക്കാതിരിക്കുക. ഞാനിവിടെ ഒരു 4 പീസാക്കുകയാണ് ഈ പഴം.
അപ്പം നമുക്ക് നല്ലപോലെ കട്ടി കുറച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 പീസാക്കി ഞാൻ ഒരേ സൈസിൽ. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം. മാറ്റി വെക്കുന്ന എന്തിനാ? കഴിക്കുകയും ചെയ്യാലോ. അത് കഴിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇതും ഈ സൈഡ് കട്ട് ചെയ്യാം. പഴം പൊളിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 2 കാര്യമുണ്ട്. നമുക്ക് ഒരുപാട് എണ്ണയും വലിയ പാനിൽ നിറച്ച എണ്ണ ഒഴിക്കണ്ട. കുറച്ച് എണ്ണയിൽ ചെറിയ പാനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് 3 പീസായിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കിത് വറുത്തെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, സോഡാപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് 10 മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതി. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചീനിച്ചട്ടിയിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയെടുത്തു. ഒരല്പം ഇതിട്ട് കൊടുക്കുക ബാറ്റർ. അത് പൊങ്ങി മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ എണ്ണ ചൂടായി നിർത്തും. വെളിച്ചെണ്ണയൊക്കെ ആകുമ്പോൾ ഒരുപാട് കരിക്കരുത്. എണ്ണ ചൂടായി കഴിയുന്നതും ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പഴംപൊരി ഇട്ടെടുക്കുന്ന ഉടനെ കരിഞ്ഞു പോകും. നമുക്ക് ഈ പഴംപൊരി നമ്മുടെ ഈ ബാറ്ററിലോട്ടൊന്ന് ഇട്ട് മുക്കിയെടുക്കുക. നല്ലതുപോലെ കോട്ട് ചെയ്യണം ഇത്. എന്നിട്ട് വേണം മുക്കിയെടുക്കാൻ. എന്നിട്ടിത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്താൽ നല്ലതുപോലെ പിടിക്കും കേട്ടോ. അതിൽ 2 പഴംപൊരിയൊക്കെ ഇട്ട് ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന പാനാണ്. ഒരുപാട് വലിയ പാനല്ല. 2 പീസൊക്കെ ഇട്ട് എടുക്കാൻ പറ്റും. അത് നമ്മളൊരു ശകലം സോഡാപ്പൊടി ഒരു നുള്ള ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരും. എല്ലാ കടകളിലൊക്കെ കിട്ടുന്നത് പോലെ. ഒന്ന് ചെറുതായിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് ചെറിയ കളർ മാറി വരുന്ന ഉടനെ ഫ്ലെയിം വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഇടുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ആയിരിക്കരുത്. അത്രയും ശ്രദ്ധിച്ചാൽ മതി. എണ്ണ ഒരുവിധം നല്ല ചൂടായി കഴിയുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് മീഡിയം, ലോ ടു മീഡിയം ആക്കാൻ ശ്രമിക്കുക. പിന്നെ ചെറുതീയിൽ കിടന്നിട്ടത് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഔട്ട് സൈഡ് നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അപ്പോൾ നമ്മളുടെ പഴംപൊരിയുടെ 2 സൈഡും ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു. ഒരു 5 to 6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തു. അപ്പോൾ നമുക്കത് എടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട. ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കങ്ങ് എടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരിയുടെ ദേ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ആഡ് ചെയ്യുക. ഇവിടെ 2 സൈഡും ഞാൻ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തു. ഒരു 5 to 6 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തു. അപ്പോൾ നമുക്കത് എടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കണ്ട. അങ്ങനെ നമ്മളുടെ ഈസി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളുടെ ഈസി പീസി ആയിട്ടുള്ള പഴംപൊരി, നാടൻ പഴംപൊരി ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈവനിങ് സ്നാക്സ് ആയിട്ട്, ചായയുടെ കടിയായിട്ട് വളരെ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ പഴംപൊരി ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹേ ഫ്രണ്ട്സ്, ഹോപ്പ് എവരി വൺ ലവ്സ് ടുഡേസ് വെരി ടേസ്റ്റി ഡെലീഷ്യസ് കേരള സ്പെഷ്യൽ പഴംപൊരി banana fry, ripe banana fry. Thank you so much for watching. Keep watching, keep sharing. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി. ബട്ട് ഫ്രൈഡ് ഐറ്റംസ് ഹെൽത്തി ആണെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യേയില്ല. അപ്പം വൺസ് ഇൻ എ വൈൽ, വൺസ് ഇൻ എ മന്ത് ഒക്കെ മാത്രം ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാൻ ശ്രമിക്കുക. ചൂട് ചായയുടെ കൂടെ നമ്മളുടെ പഴംപൊരിയും ചൂട് ചായയും പിന്നെന്താ വേണം അല്ലേ? അടിപൊളിയല്ലേ?